കാസർഗോഡ് ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ ആഹ്വാനം. ബി.ജെ.പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ രഹസ്യയോഗം ചേർന്നു. 24 എക്സ്ക്ലൂസീവ്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ഇങ്ങനെ ബഹിഷ്കരിക്കാനുള്ള ആലോചന നടത്തുന്നത്? വേണു, ഇന്നലെ രാത്രി കാസർഗോഡ് നഗരത്തിൽ തന്നെ JP നഗർ, അതായത് BJPക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. 14 കൗൺസിലർമാരാണ് ഈ ഒരു മുനിസിപ്പാലിറ്റി, അതായത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ BJPക്കുള്ളത്. അതിൽ BJPക്ക് സ്വാധീനമുള്ള പ്രദേശമാണ് ഈ JP നഗർ. JP നഗറിലാണ് 100-ലധികം പ്രവർത്തകർ ഇന്നലെ രാത്രി. അതിൽ സ്ത്രീകളുണ്ട്, മുതിർന്ന ആളുകളൊക്കെ തന്നെയുണ്ട്, വയോധികരുണ്ട്. ഇത്തരത്തിൽ 100 കണക്കിന് പ്രവർത്തകർ രഹസ്യ യോഗം ചേരുകയും BJPക്ക് ഇത്തവണ വോട്ട് ചെയ്യരുത്, അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 3 ബലിദാനികളുണ്ടായിരുന്നു BJPക്ക്. 1998-ൽ കൊല ചെയ്യപ്പെട്ട ഒരു ബലിദാനി, 2000, 2001 ഇങ്ങനെ 3 വർഷങ്ങളിലായി കൊല ചെയ്യപ്പെട്ട 3 ബലിദാനികളെ അവരെ അപമാനിച്ച നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ BJP പ്രവർത്തകർ തന്നെ രഹസ്യയോഗം ഇന്നലെ ചേർന്നിരിക്കുന്നത്. അതായത് വ്യാപകമായി BJPക്കുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 2022 കുമ്പളയിലെ കുമ്പള പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വിഷയങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. അന്ന് ആ തർക്കങ്ങളൊക്കെ തന്നെ BJPയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി നേരിട്ടെത്തിക്കൊണ്ട് പരിഹരിച്ചിരുന്നു. പക്ഷേ അതിന് ഇപ്പോഴും ഒരു ശമനമുണ്ടായിട്ടില്ല എന്നാണ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇന്നലെ വീണ്ടും പ്രവർത്തകർ രഹസ്യയോഗം ചേരുന്ന ഒരു സാഹചര്യമുണ്ടായി. കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ, അതായത് കാസർഗോഡ് നഗരസഭയിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേർന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം. 100 കണക്കിന് പ്രവർത്തകർ രഹസ്യയോഗത്തിൽ പങ്കാളികളായിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ, വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യരുതെന്ന് പരസ്യമായി തന്നെ ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഒരു വാട്സപ്പ് കൂട്ടായ്മയും ഇതിനു വേണ്ടി അവർ രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നാണ് ആ വാട്സപ്പ് കൂട്ടായ്മയുടെ പേര്. അതിലും 100 കണക്കിന് ആളുകൾ പങ്കാളിയായിരിക്കുന്നു എന്നതാണ്. BJP സംസ്ഥാന സെക്രട്ടറി K. ശ്രീകാന്ത്, മേഖലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഷെട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി മണികണ്ഠ റായ് ഇവർക്കെതിരെ സംഘടനാ നേതൃത്വം, പാർട്ടി നേതൃത്വം നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രധാനമായും ഉന്നയിക്കുന്നത്. 1998-ൽ കുമ്പള പോയിപ്പാടി കടപ്പുറത്ത് വിനു എന്ന പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടിരുന്നു. 2000-ൽ BT വിജയൻ, 2001-ൽ ദയാനന്ദൻ ഈ പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പങ്കാളിയായ CPM നേതാവ്, ആ CPM നേതാവ് കൗൺസിലറായപ്പോൾ കുമ്പള പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJP പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. BJP സംസ്ഥാന സെക്രട്ടറി K. ശ്രീകാന്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ കൗൺസിലർക്ക് പിന്തുണ നൽകാൻ നിർദ്ദേശിച്ചത് എന്നാണ് പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും കലുഷിതമായിരിക്കുന്നു, കാസർഗോഡ് BJPക്കുള്ളിൽ സ്ഥിതിഗതിയിൽ കലുഷിതമായിരിക്കുന്നു എന്നുള്ളതാണ്. പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യരുതെന്ന ആഹ്വാനം പരസ്യമായിരിക്കുന്നു. വേണു, ശരി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.